ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ക്ലാസ് 5 ചാപ്റ്റർ 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ് എന്ന പോർഷൻ മുതലാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. പിന്നെ നമ്മളൊക്കെ ഇടുന്ന വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിങ് മെറ്റീരിയൽ യൂസ്ഡ്? സീഡ്സ് മാത്രമാണോ പ്ലാന്റിങ് മെറ്റീരിയൽസിന് വേണ്ടി യൂസ് ചെയ്യുക? അല്ല, നമ്മൾ സ്റ്റെംസ് യൂസ് ചെയ്യും, റൂട്ട് യൂസ് ചെയ്യും, ലീഫും യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഹിബിസ്കസ് ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് നമ്മുടെ നിശാഗന്ധി എന്ന് പറയും, ക്യൂൻ ഓഫ് നൈറ്റ് അല്ലേ, രാത്രി വിരിയുന്നത്. പിന്നെ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് അല്ലേ. പിന്നെ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളിച്ചി എന്നാണ് നമ്മുടെ നാട്ടിൽ അതിന് പറയുക. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ ദ പിക്ചർ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്? ഏത് ഈ ഓരോ പാർട്ടിൻ്റെ ഇപ്പം നമുക്ക് ഹിബിസ്കസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ നിശാഗന്ധി കൊടുത്തിട്ടുണ്ട്, കൃഷ്ണകിരീടം കൊടുത്തിട്ടുണ്ട്, ഇളമുളിച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഏത് ഭാഗമാണ് പുതിയൊരു പ്ലാന്റിന് നമുക്ക് എന്ത് കൊടുക്കുക, പുതിയൊരു പ്ലാന്റ് ഏത് ഭാഗം കൊണ്ടാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. ഹിബിസ്കസ് എന്ന് പറയുന്നത് സ്റ്റെം പോർഷൻ കട്ട് ചെയ്തിട്ടാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുക. അതേപോലെ നമ്മുടെ ക്യൂൻ ഓഫ് നൈറ്റ്, നിശാഗന്ധി എന്ന് പറയും. സോ അതിൻ്റെ ലീഫ് കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം അല്ലേ, അതിൻ്റെ റൂട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചിയുടെ ലീവ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി സീഡ് ഇൻ മെനി പ്ലേസസ്. സീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം, ഞാവൽ എന്നാണ് അതിന് പറയാൻ. നമുക്കറിയാം അല്ലേ, ഞാവൽപ്പഴം ട്രീ ആൻഡ് ദി ബേർഡ്. എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്നാണ് ചോദിക്കുന്നത്. ട്രീ, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? ട്രീ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നത്? ബേർഡ്, ഐ ആം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈയിങ് മൈ ഹങ്കർ. ഐ ആം ആൾസോ ക്യാരിങ് ദ സീഡ്സ് ടു മെനി പ്ലേസസ്. ഞാൻ നിൻ്റെ ഫ്രൂട്ട് കഴിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ നിൻ്റെ സീഡ്സൊക്കെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ട്രീ, ഈവൺ ഇഫ് യു ആർ നോട്ട് ദർ വിൽ മൈ സീഡ് നോട്ട് ഫാളൻ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്. അപ്പം നീ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാവൽപ്പഴം ഒരാൾ കഴിച്ചില്ലെങ്കിൽ എന്തായാലും ആ കുരു പുറത്തേക്ക് വീഴില്ല അല്ലേ. ബേർഡ്സ്, ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു? കുറേ സീഡ്സ് വളർത്തിയെടുത്താനുള്ള സ്പേസസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വാട്ട് ക്രീച്ചേഴ്സ് ഡു യു നോ that transport plant seeds to different places like this? അപ്പോൾ ഇതുപോലെ ഏതൊക്കെ പക്ഷികളൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജീവജാലങ്ങളാണ് സീഡ്സിനെ നമ്മൾ പല സ്ഥലത്തേക്ക് എത്തിക്കുന്നത് അല്ലേ. നമ്മൾ അതൊരു കുത്തി തിന്നുമ്പോഴാണല്ലോ നമ്മുടെ സീഡ്സൊക്കെ പല സ്ഥലത്ത് വന്ന് എടുക്കുന്നത്. സോ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ പറയാമോ? ഒന്ന് സ്ക്യൂറൽ പറയാം അല്ലേ, അണ്ണാൻ പറയാം, പിന്നെ കൗ പറയാം, പിന്നെ നമ്മുടെ ബാറ്റ് പറയാം കേട്ടോ, ബാറ്റ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻ ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? ഹ്യൂമൻസിൻ്റെ റോൾ എന്താ? റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. വി ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ത്രോ എവേ ദ സീഡ്സ് ടേക്കിംഗ് ദം ടു ന്യൂ പ്ലേസസ്. നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിൻ്റെ സീഡ്സ് വലിച്ചെറിയൂ അല്ലേ. സോ അവിടെ നിന്ന് പുതിയ സാപ്ലിങ്സ് ഉണ്ടാവും, പുതിയ ചെടി മുളയ്ക്കും. പിന്നെ വി ബ്രിങ് സീഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് ഗ്രോ ദം അറ്റ് അവർ പ്ലേസ്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള സീഡ്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് നമ്മൾ നനച്ച് ചെടിയാക്കും. പ്ലാന്റ്സ് ലൈക്ക് കോഫി, സ്പൈസസ് എക്സെട്ര റീച്ച്ഡ് ഇന്ത്യ ത്രൂ ട്രേഡിങ്. അപ്പോൾ ഈ കോഫിയും സ്പൈസസ് ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിയത് ഇതുപോലത്തെ ട്രേഡിങ് വഴിയാണെന്നാണ് പറയുന്നത്. ഡു ഓർഗാനിസംസ് അലോങ് distribute the seeds? Discuss. Seed dispersal is the process in which seeds from the mother plant reach different location. അപ്പോൾ മദർ പ്ലാന്റിൽ നിന്നുള്ള സീഡ്സ് പല ലൊക്കേഷനിലും എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to disperse to many places. This is the reason why different plants are found in one region and other plant is found in different region. നമുക്കറിയാം അല്ലേ, സീഡ് ഡിസ്പേഴ്സലുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്രൂട്ട് വേറൊരു സ്ഥലത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അഡാപ്റ്റേഷൻ ഫോർ സീഡ് ഡിസ്പേഴ്സൽ. ഹൗ ഡസ് കോക്കനട്ട് അഡാപ്റ്റ് ഫോർ ഫ്ലോയിങ് ത്രൂ വാട്ടർ? നമ്മളെ കോക്കനട്ട് എങ്ങനെയാണ് ഫ്ലോയിങ് ത്രൂ വാട്ടർ? ഈവൺ ഇഫ് ഇറ്റ്, നമുക്കറിയാം തേങ്ങയൊക്കെ വെള്ളത്തിൽ ഒഴുകി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഹൗ ഡസ്, അപ്പോൾ എന്താണ്?
Even if it remains in water for a few days, it will not rot. It will float in the water as the husk is filled with air. What could be the reason behind അപ്പൂപ്പൻ താടി മിൽക്ക്വീഡ് പപ്പസ് ഫ്ലൈയിങ് ഇൻ ദ വിൻഡ്? അപ്പോൾ അപ്പൂപ്പൻ താടി നമ്മളെ വിൻഡിൽ പറക്കുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് അതിൻ്റെ കാരണം? മിൽക്ക്വീഡ് സീഡ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ത്രൂ വിൻഡ്. ദ സീഡ് ഡിസ്പേഴ്സ്ഡ് ബൈ വിൻഡ് ആർ ലൈറ്റ് വെയ്റ്റ്, small and made out of soft material so that it can be dispersed over long distances. അപ്പോൾ നമുക്കറിയാം അപ്പൂപ്പൻ താടിയുടെ സീഡ് എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. സോ നമുക്ക് വിൻഡിൽ അതിന് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം നല്ല ഈസി ആയിട്ട് അല്ലേ. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദ എനിമൽസ് ആൻഡ് ബേർഡ്സ് ഈറ്റ്? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എനിമൽസും ബേർഡ്സും ഈറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്? അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തൊക്കെ കഴിക്കും? പപ്പായ കഴിക്കും, ഗോവ കഴിക്കും, ഗ്രേപ്പ് കഴിക്കും, ആപ്പിൾ കഴിക്കും, മാംഗോ കഴിക്കും. ഇതൊക്കെ നമുക്ക് പറയാം അല്ലേ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നത് ബേർഡ്സിന്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലഷി പാർട്ട്, ബ്രൈറ്റ് കളേർഡ് സ്കിന്ന്. നമ്മുടെ പല ഫ്രൂട്ടിൻ്റെയും കളറ് ബേർഡ്സിനെ നല്ല രീതിക്ക് അട്രാക്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ സ്വീറ്റ് ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അട്രാക്റ്റീവ് സ്മെല്ല്, നല്ല സ്മെല്ല് ഉണ്ടാവും അല്ലേ ഫ്രൂട്ടിനൊക്കെ. ഓക്കെ, ഹൗ ഡീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ? അങ്ങനെ സീഡ് ഡിസ്പേഴ്സലിന് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ, സീഡ്സ് ഹാവ് എ സ്റ്റിക്കി ഔട്ടർ layer that allow them to adhere to animals or birds. സീഡ്സിന് എന്തുണ്ട്? ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഭയങ്കര സ്റ്റിക്കി ആയിട്ട്. ബൈ അറ്റാച്ചിങ് ദ എനിമൽ, സീഡ്സ് ക്യാൻ ബി ട്രാൻസ്പോർട്ട് ഫാർ ഫ്രം ദ പാരന്റ് പ്ലാന്റ്. ദിസ് ഇൻക്രീസസ് ദ ചേഞ്ച് ഓഫ് ഫൈൻഡിങ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ് ഫോർ ജെർമിനേഷൻ ആൻഡ് റെഡ്യൂസസ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ സീഡ്ലിംഗ് ആൻഡ് ദ പാരന്റ് പ്ലാന്റ്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസറാണ് അവിടെ പറഞ്ഞത് കേട്ടോ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? സീഡ്സ് ഹാവ് എ സ്റ്റിക്കി ഔട്ടർ ലെയർ. സീഡ്സിൻ്റെ ഔട്ടർ ലെയർ ഭയങ്കര സ്റ്റിക്കിയാണ്. അത് നമ്മൾ അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഈസി ആക്കും അല്ലേ കളക്ട് ചെയ്യാനും. പിന്നെ ബൈ അറ്റാച്ചിങ്, ഇപ്പോൾ ഇവർ ഫ്രൂട്ട് കഴിച്ചിട്ട് ഉള്ളതും കൊണ്ടാണ് പല സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? പുതിയൊരു സാപ്ലിംഗ് ഗ്രോ ചെയ്യും. ഓക്കെ, have you noticed that some edible fruits have parts that help them stick to other things? ഇപ്പോൾ ചാഫ് ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോങ് ഗ്രാസ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ഹൗ ഡു ദീസ് അഡാപ്റ്റേഷൻ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ റബ്ബർ, ബാൾസം. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്സ് വെൻ ദേ റൈപ്പൺ? നമ്മൾ റൈപ്പൺ ചെയ്യും, പഴുത്തതാവും നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് സീഡ് ഡിസ്പേഴ്സൽ. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബേസ്റ്റ് ആൻഡ് റിലീസ് സീഡ്? സീഡ് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, ബാൾസത്തിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ പ്ലാന്റ്സ്? റബ്ബറും അതേപോലെ തന്നെ ബാൾസവുമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പോസൽ ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ ഓരോ പാർട്സിലുള്ള സീഡ് ഡിസ്പോസൽ. അപ്പോൾ ത്രൂ വിൻഡ് നമുക്ക് ഏതൊക്കെയാണ് പറയുന്നത്? ഒന്ന് അവർ കൊടുത്തിട്ടുണ്ട് മിൽക്ക് വീഡ് പാപ്പസ്. പിന്നെ നമുക്ക് ത്രൂ വിൻഡിന് എക്സാമ്പിളായിട്ട് കോട്ടനും പറയാം, ഓർക്കിഡും പറയാം. പിന്നെ ലേഡീസ് ഫിംഗർ ബൈ ബേഴ്സ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്കറിയാം ലേഡീസ് ഫിംഗർ എങ്ങനെ ഉണങ്ങി നിൽക്കും, എന്നിട്ട് അതിൻ്റെ വിത്ത് പെട്ടെന്ന് പൊട്ടുക ചെയ്യുക. ഓക്കെ, അതിന് എക്സാമ്പിള് പിന്നെ റബ്ബർ പറയാം, പൾസസ് പറയാം. പിന്നെ കോക്കനറ്റ് അല്ലേ. കോക്കനറ്റ് എന്താ നമ്മളിപ്പോൾ തന്നെ പഠിച്ചതാണ്, ത്രൂ വാട്ടർ അല്ലേ. അതിന് എക്സാമ്പിള് പാം ട്രീ പറയാം, മാംഗോ ട്രീ പറയാം. ഫൈനലി ഗോവയൊക്കെ എനിമൽസ് വഴിയോ ബേർഡ്സ് വഴിയൊക്കെയാണ്. സോ ത്രൂ എനിമൽസ്. അപ്പോൾ ഗോവ, റെംബൂട്ടാൻ, സൺഫ്ലവർ, ഡേറ്റ് പാം, അതൊക്കെ നമുക്ക് അതിലും പറയാം. ഓക്കെ, വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സ്? സീഡ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? സീഡ്സ് ലൈക്ക് റൈസ്, വീറ്റ്, കോൺ, ബീൻസ് ആൻഡ് നട്ട്സ് ആർ മേജർ ഫുഡ് സോഴ്സ് ഫോർ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ഇപ്പോൾ ഈ സീഡ്സ് ഏതൊക്കെ സീഡ്സാണ്? നമ്മുടെ അരി, ഗോതമ്പ്, അതേപോലെ ചോളം, ബീൻസൊക്കെ അതുപോലെ നട്ട്സൊക്കെ നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നതാണ് അല്ലേ. സോ ആദ്യത്തെ യൂസ് തന്നെ അത് വരും. പിന്നെ സീഡ്സ് ആർ ആൾസോ യൂസ് ടു ഫീഡ് എനിമൽസ്. പലതും നമ്മുടെ എനിമൽസിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ സൺഫ്ലവർ സീഡ്സ്, കോണ്, അതൊക്കെ നമ്മൾ ബേർഡ്സിന് ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്റ്റാർഡ് സീഡ്, കുമിൻ സീഡ്സ്, കൊറിയൻഡർ സീഡ്സ് ആർ യൂസ്ഡ് ആസ് എ സ്പൈസസ് ദാറ്റ് ആഡ് ഫ്ലേവർ ടു ഫുഡ്. ഇപ്പോൾ നമ്മുടെ കടുക് ആയിക്കോട്ടെ, ജീരകം, അതേപോലെ മല്ലി, അപ്പോൾ അതിൻ്റെയൊക്കെ സീഡ്സ് നമ്മൾ ഫുഡിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ സീഡ്സ് ലൈക്ക് സൺഫ്ലവർ, സെസമെ ആൻഡ് കനോള ആർ പ്രസ് ടു മേക്ക് കുക്കിംഗ് ഓയിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പറയാറില്ലേ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സീഡ്സ് ആർ യൂസ്ഡ് ടു ഗ്രോ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ഗാർഡൻ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. പിന്നെ നമ്മുടെ ഗാർഡൻസിൻ്റെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പല സീഡ്സും കളക്ട് ചെയ്തിട്ട് അത് നല്ല ചെടിയാക്കി അതിൽ നല്ല ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് യൂസസ്. പിന്നെ വാട്ട് സീഡ് ക്രാഫ്റ്റ് ഡു യു നോ? കണ്ട കുറച്ച് സീഡ് ക്രാഫ്റ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളോടും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സീഡ് ക്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്തത് വെറൈറ്റി ഇൻ ലീവ്സ്. ഇപ്പോൾ 2 ലീവ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് റിമൈനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ ഗ്രീൻ പാർട്സ്? ലീവ്സിൻ്റെ ഗ്രീൻ പാർട്ട് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൽ ബാക്കി ഉണ്ടാവുക? ഇറ്റ് ഈസ് ത്രൂ ദീസ് പാർട്സ് വാട്ടർ ഈസ് ബ്രോട്ട് ടു ദ ലീഫ് ആൻഡ് ഫുഡ് ഈസ് ടേക്കൺ ഫ്രം ദ ലീഫ്. ദീസ് ആർ വെയിൻസ് ഓഫ് ലീഫ്. അപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് വെയിൻസ് ഉണ്ട് അല്ലേ, ഞരമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ ചെടി ഇലകളുടെ വെയിൻസ് ആണ് നമുക്ക് ലീഫ് റിമൂവ് ചെയ്താൽ കാണാൻ പറ്റുക. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. യു ക്യാൻ സീ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീഫ് എ മെയിൻ വെയിൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദ നോഡ് ഓഫ് ദ ടിപ്പ്. അപ്പോൾ സെൻറ്ററിൽ കൂടെ പോയിട്ടുള്ള ആ വലിയ വരയാണ് നമ്മുടെ മെയിൻ വെയിൻ എന്ന് പറയുന്നത്. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കംസ് ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക്സ് ഓഫ് എൻ ഇറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് സ്മോൾ നോട്ട്സ് ഒക്കെ കുറേ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ. ദിസ് ഈസ് റെക്റ്റിക്യുൽ വെനറ്റേഷൻ. അതിനെയാണ് റെക്റ്റിക്കുലേറ്റ് വെനറ്റേഷൻ എന്ന് പറയുക. വെനേഷൻ എന്ന് പറയാം. ഇൻ ദ സെക്കൻഡ് പിക്ചർ ഡിഡ് യു സീ ദാറ്റ് ഓൾ ദ വെയിൻസ് ഇൻ ദ ലീഫ് സ്റ്റാർട്ടിങ് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീച്ചസ് ദ ടിപ്പ് ഇൻ പാരലൽ വിത്തൗട്ട് ടച്ചിങ് ഈച്ച് അതർ. ദിസ് ഈസ് പാരലൽ വെനേഷൻ. നമുക്കറിയാം അല്ലേ. സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ വെയിനിന്ന് റൈറ്റ് സൈഡിലേക്ക് സ്മോൾ വെയിൻസ് വരുന്നുണ്ട്. അത് പാരലൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഒബ്സർവ് ദ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ലീവ്സ് വിത്ത് ദീസ് 2 കൈൻഡ് ഓഫ് വെനേഷൻ. അപ്പോൾ ഈ 2 പാരലൽ വെനേഷനും നമ്മൾ പഠിച്ചു, അതേപോലെ റെറ്റിക്കുലേറ്റ് വെനേഷനും എക്സാമ്പിളുള്ള ലീവ്സ് കളക്ട് ചെയ്യാം. കണ്ടോ, റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോവുക. പാരലൽ വെനേഷൻ എങ്ങനെയാണ് പോണത്? അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ വെനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദെയർ റൂട്ട്സ്? വെനേഷൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാം റെക്റ്റിക്കുലേറ്റ് വെനേഷനും പാരലൽ വെനേഷനും. റെക്റ്റിക്കുലേറ്റ് വെനേഷന് ഏതൊക്കെ പ്ലാന്റ് ആണ് കളക്ട് ചെയ്യാൻ പോണത്? മാംഗോ ട്രീ പറയാം, റോസ് പ്ലാന്റ് പറയാം, ഹിബിസ്കസ് പറയാം, പപ്പായ പറയാം. പിന്നെ പാരലൽ വെനേഷന് നമുക്ക് എന്തൊക്കെ പറയാം? പ്ലാന്റെയിൻ പറയാം, കോക്കനട്ട് ട്രീ പറയാം, വീറ്റ് പറയാം, പാഡി പറയാം, കോൺ പറയാം. ഓക്കെ. അപ്പോൾ ആ റിലേഷൻ എന്താണ് നമുക്ക് പറയാം? രണ്ടും തമ്മിലുള്ള റിലേഷൻ. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ വെനേഷൻ ഓഫ് ലീവ്സും ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദെയർ റൂട്ട്സും? യെസ്, ഒരു റിലേഷൻ ഉണ്ട്. പ്ലാന്റ്സ് വിത്ത് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ പൊസസ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പോൾ റെക്റ്റിക്കുലേറ്റ് വെനേഷൻ ഉള്ള പ്ലാന്റ്സ് എന്ത് റൂട്ട് സിസ്റ്റം പ്രോസസ് ചെയ്യുക? ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. പ്ലാന്റ്സ് വിത്ത് പാരലൽ വെനേഷൻ പൊസസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ പാരലൽ വെനേഷൻ ഉള്ളത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്. ഇതാക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. അടുത്തത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഗ്രാസ് പ്ലാന്റിൻ്റെയും. രണ്ടിൻ്റെ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ റൂട്ട് എന്താണ് സ്പെഷ്യൽ ആണെന്ന് പറയാൻ കാരണം? ഓക്കെ. How is the root of the grass growing down from the stem in the root system of the jackfruit tree? This root is tap root. അപ്പോൾ അതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. The other small roots are growing from this root. അപ്പോൾ വലിയ റൂട്ടിൽ നിന്നാണ് അത് ചെറിയ റൂട്ടുകൾ പോകുന്നത്. സോ എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. A tap root system is a root system consist of tap root growing towards from a base of a stem and branch
ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അപ്പം ഒരു ബേസ്, സ്റ്റെം ബേസിൽ നിന്ന് കുറച്ച് റൂട്ടുകൾ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീ ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ. അതിന് എക്സാമ്പിൾ എന്താ? മാംഗോ ട്രീയും അതേപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീയുമാണ് നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഫൈബറസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം എ ബേസ് ഓഫ് ദി സ്റ്റെം. കുറേ ഫൈബർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒരു സ്റ്റെമ്മിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രാസ് ഫാമിലി ഹാവ് ഫൈബറസ് റൂട്ട് സിസ്റ്റം. ഏതാണ്? ഗ്രാസ് ഫാമിലിയിലുള്ള പ്ലാന്റ്സിനൊക്കെയാണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം ഉള്ളത്. അപ്പോൾ അടിയിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ്, അതിൻ്റെ വെനേഷൻ ഏതാണെന്നും അതിൻ്റെ റൂട്ട് സിസ്റ്റം ഏതാണെന്നും നിങ്ങളോട് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റത്തെ ഗ്രീൻ ഗ്രാം ആണ്. അതിൻ്റെ വരുന്നത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് കേട്ടോ. ഗ്രീൻ ഗ്രാമിന് തെറ്റിക്കരുത്, ഇത് പഠിക്കേണ്ട ഭാഗമാണ്. ഗ്രീൻ ഗ്രാമിന് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ്. അതിൻ്റെ റൂട്ട് സിസ്റ്റം വരുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കേട്ടോ. അടുത്തത് ഗ്രാസ്, അതിനെന്താ വരിക? പാരലൽ വെനേഷൻ ആണ്. ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ് നമ്മൾ ഗ്രാസിന് പഠിച്ചത്. അടുത്തത് ജാക്ക് ഫ്രൂട്ട് ആണ്, അതിന് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് വരിക. അതിൻ്റെ റൂട്ട് സിസ്റ്റം വരുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് കേട്ടോ. അടുത്തത് കോക്കനട്ട് ട്രീ, അതിന് പാരലൽ വെനേഷൻ ആണ് വരുന്നത്. റൂട്ട് സിസ്റ്റം വരുന്നത് ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വെനേഷൻ ആൻഡ് ദ റൂട്ട് സിസ്റ്റം. സോ നമ്മുടെ വെനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതെന്താണെന്ന് എഴുതാൻ. സോ പ്ലാന്റ്സ് വിത്ത് റെക്ടിക്കുലേറ്റ് വെനേഷൻ ഹാവ് ടാപ്പ് റൂട്ട് വൈൽ പ്ലാന്റ്സ് വിത്ത് പാരലൽ വെനേഷൻ ഹാവ് ഫൈബറസ് റൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ഓക്കെ, അടുത്തത് അതർ ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എന്നുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. ഓൾട്ടോ റൂട്ട്സ് ആർ യൂഷ്വലി ഗ്രോൺ ഫ്രം ദ റാഡിക്കൽ. റൂട്ട്സ് എവിടെ നിന്നാണ് ഉണ്ടാവുക? റാഡിക്കൽ എന്നാണ്. സം റൂട്ട്സ് ആർ ഫോംഡ് ഫ്രം സ്റ്റെംസ്, ബ്രാഞ്ചസ് എക്സിട്ര. എന്നാൽ ചില റൂട്ട്സ് ഒക്കെ എവിടെ നിന്ന് ഉണ്ടാവും? സ്റ്റെംസിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും ഉണ്ടാവും. ദേ ആർ പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് ക്ലിങ്കിങ് റൂട്ട്. അവ ഏതൊക്കെയാണ്? പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് ക്ലിങ്കിങ് റൂട്ട് ആണ്. ന്യൂമറ്റോഫോസ് ആർ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫ്രൂട്ട് ഫൗണ്ട് ഇൻ മാംഗ്രൂവ്സ്. ന്യൂമറ്റോഫോസ് ആണ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫ്രൂട്ട്. എവിടെയാണ് കാണപ്പെടുന്നത്? മാംഗ്രൂവ്സിലാണ് കാണപ്പെടുന്നത്. ദ ടിപ്പ് ഓഫ് ദീസ് റൂട്ട്സ് ഫ്രം ദ സോയിൽ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട്സ് ആസ് ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിനെ ഹെൽപ്പ് ചെയ്യുന്ന കാരണം അത് അറിയപ്പെടുന്നത് ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ റൂട്ട്സുകൾ ഭയങ്കര സ്ട്രോങ് വലുതുമാണ് അല്ലേ. പ്രോപ്പ് റൂട്ട്, സ്റ്റിൽറ്റ് റൂട്ട്, ക്ലിങ്കിങ് റൂട്ട്, ന്യൂമറ്റോഫോഴ്സ്, അതിൻ്റെയൊക്കെ പിക്ചറാണ്. അതിൽ ഒരുവിധമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുത്തത് മോണോകോട്ട് പ്ലാന്റ് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്. മോണോകോട്ട് പ്ലാന്റും ഡൈക്കോട്ട് പ്ലാന്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, observe the picture and write the differences in roof, leaf, stem and number of cotyledon in group 1 and 2. അപ്പോൾ നമ്മൾ എന്താ ഗ്രൂപ്പ് 1ൽ കൊടുത്തുള്ളത് കണ്ടില്ലേ? എന്താണ്? കോക്കനറ്റ് ആണ്, അതിന് കോക്കനറ്റ് ട്രീ ഉണ്ടാവുന്നു. ഓക്കെ, ഗ്രൂപ്പ് 2ൽ എന്താ? നമ്മുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ആണല്ലേ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ ഒരു വടിയിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്താലോ? ഫസ്റ്റ് റൂട്ടാണ് അല്ലേ. ഗ്രൂപ്പ് 1ൽ ഏതാണ്? കോക്കനറ്റാണ് പറഞ്ഞത്. സോ ഫൈബറസ് റൂട്ടാണ് ഗ്രൂപ്പ് 1. സ്റ്റെം എന്താണ്? അൺബ്രാഞ്ച്ഡ് ആണ് അല്ലേ, അതിന് ബ്രാഞ്ചസ് കുറവായിരിക്കും അല്ലേ. പിന്നെ ലീഫോ പാരലൽ വെനേഷനാണ്, നമ്മുടെ ഓലയല്ലേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് കോട്ട്ലിഡോൺസ്, ഒരു കോട്ട്ലിഡോണോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2 എന്താ? ജാക്ക് ഫ്രൂട്ടാണ്. സോ എന്താണ് റൂട്ട് വരിക? ടാപ്പ് റൂട്ട്. സ്റ്റെം ബ്രാഞ്ചഡ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. പിന്നെ ലീഫോ റെക്ടിക്കുലേറ്റ് വെനേഷനാണ്. നമ്പർ ഓഫ് കോട്ട്ലിഡോൺസ് 2 കോട്ട്ലിഡോൺസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ഷോൺ ഇൻ ഫിഗർ 4.13 ഹാവ് ഓൺലി 1 കോട്ട്ലിഡോൺ. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് മോണോകോട്ട് പ്ലാന്റ്സ്. സോ നമുക്ക് പഠിക്കാനുള്ളത് മോണോകോട്ട് പ്ലാന്റ് എന്താണെന്നാണ്. സോ മോണോകോട്ട് പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 കോട്ട്ലിഡോൺ ഉള്ള പ്ലാന്റിനെയാണ് നമ്മൾ മോണോകോട്ട്ലിഡോൺ പ്ലാന്റ് എന്ന് വിചാരിക്കുന്നത്. സോ 2 കോട്ട്ലിഡോൺ പ്ലാന്റ് ഉള്ളതിന് എന്താ പറയുക? ഫൈബ്രസ് റൂട്ട്സ്, അൺബ്രാഞ്ചഡ് സിസ്റ്റം ആൻഡ് ലീവ്സ് വിത്ത് പാരലൽ വെനേഷൻ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് plants are characterized by a taproot system, leaves with a
റെറ്റിക്കുലേറ്റ് വെനേഷൻ അലോങ് വിത്ത് ബ്രാഞ്ചഡ് സ്റ്റെം. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് വരുന്നത്. ഓക്കെ, ബ്രാഞ്ചഡ് സിസ്റ്റവും ആയിരിക്കും. വി ക്യാൻ സീ സം പ്ലാന്റ്സ് ഇൻ അവർ സറൗണ്ടിങ്സ് വിച്ച് ഡു നോട്ട് ഷോ എനി മച്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ താരോ ആൻഡ് യാമാർ അതിൻ്റെ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫൈൻഡ് മോർ എക്സാമ്പിൾസ്. അപ്പോൾ മോർ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ പറയാം, ജിഞ്ചർ പറയാം, അതേപോലെ ഡാൻഡ്ലിയോൺ പറയാം, റാഡിഷും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാർട്ടായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.